മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. റാഫ യഹോവ ഗ്ലോബൽ നേഴ്സസ് റിട്രീറ്റിൻ്റെ 3-ാം ദിവസത്തിലേക്ക് നിങ്ങളേവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4:12 ഇപ്രകാരം പറയുന്നു: ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. സ്നേഹമുള്ളവരെ, യേശുക്രിസ്തുവിനെ ഏകരക്ഷകനായി വിശ്വസിച്ച് അത് ഏറ്റുപറയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ചുറ്റുമുള്ളവരുടെ ജീവിതത്തിലും ദൈവിക ഇടപെടലുകൾ ഉണ്ടാകുന്നത്. ആദിമ ക്രൈസ്തവ സമൂഹം ഈ വിശ്വാസം സംരക്ഷിക്കുവാൻ വേണ്ടി സ്വന്തം ജീവിതം പോലും ത്യജിക്കുവാൻ ധൈര്യം കാണിച്ചവരാണ്. എവിടെ നിന്നാണ് അവർക്ക് ഇത്ര ധൈര്യവും ശക്തിയുമൊക്കെ കിട്ടിയത്? ആ വിശ്വാസം പിന്തുടരുവാൻ നമുക്കിന്ന് എന്താണ് ചെയ്യുവാൻ സാധിക്കുന്നത്? ഇതിനെല്ലാമുള്ള ഉത്തരം ഇന്നത്തെ ധ്യാനത്തിലൂടെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ബഹുമാനപ്പെട്ട റെന്നി പുല്ലുകാലായിലച്ചൻ നമ്മോട് സംസാരിക്കും. നമുക്കേവർക്കും ഹൃദയം തുറന്ന് പ്രാർത്ഥനയോടെ തീക്ഷ്ണതയോടെ ഈ ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഇന്റർനാഷണൽ നേഴ്സസ് മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ നമ്മൾ നടത്തുന്ന ഈ ധ്യാന ശുശ്രൂഷയുടെ ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളിലേക്കും ഈശോയുടെ നാമത്തിൽ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ശുശ്രൂഷയെ കർത്താവ് സകലരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു അടിസ്ഥാന വിഷയം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിൽ 20-ാമത്തെ തിരുവചനമാണ്. അവിടെ വചനപ്രകാരം പഠിപ്പിക്കുന്നു: അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു, കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഹല്ലേലൂയ. ഇമ്മാനുവേൽ പ്രവചനത്തിലൂടെ ദൈവം നമ്മോട് കൂടെ എന്ന പ്രവചനം സ്ഥിരീകരിക്കുന്ന വിധത്തിൽ ശിഷ്യന്മാർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു, കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനത്തെ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഹല്ലേലൂയ. ആദിമസഭയെക്കുറിച്ച് വചനം പഠിപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ കാര്യങ്ങളൊന്നാണ് കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ആദിമസഭയിൽ അപ്പോസ്തലന്മാരും വിശ്വസിക്കുന്ന ഓരോരുത്തരും എസ്തപ്പനോസും ഡീക്കന്മാരും ഒക്കെ കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിച്ചപ്പോൾ കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചത്? പരിശുദ്ധാത്മാവിന്റെ സുവിശേഷം എന്നറിയപ്പെടുന്ന നടപടി പുസ്തകത്തിൽ ആദിമസഭയുടെ പ്രവർത്തനത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആദിമസഭയെക്കുറിച്ച് വളരെ പ്രത്യേകമായി ചില കാര്യങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് പഠിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ട് പരിശുദ്ധാത്മാവ് ആദിമസഭയോട് കൂടെ പ്രവർത്തിച്ചു? യേശു സഭയോട് കൂടെ നിന്ന് അത്ഭുതങ്ങൾ കൊണ്ട് അടയാളങ്ങൾ കൊണ്ട് വചനത്തെ സ്ഥിരീകരിച്ചു. ഹല്ലേലൂയ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദിമസഭയുടെ പ്രത്യേകത, അവർ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന സഭയായിരുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ.
3.5 വർഷം യേശുവിന്റെ കൂടെ പരസ്യ ജീവിതത്തിൽ സാക്ഷികളായവരാണ് അപ്പോസ്തലന്മാര്. ആ കാലഘട്ടത്തിൽ ഇവര് കേൾക്കാത്ത വചനങ്ങളില്ല. പൊതുവായി ജനങ്ങൾക്ക് വിവരിച്ചു കൊടുത്ത്, കൂടാതെ ഈശോ രഹസ്യത്തിൽ അപ്പോസ്തലന്മാർക്ക് പലതും പഠിപ്പിച്ചു കൊടുത്തു, പ്രത്യേക ട്രെയിനിങ് കൊടുത്തു. അവസാനം ഇവരെ വ്യത്യസ്ത ശുശ്രൂഷകൾ കാണാൻ കർത്താവ് കൂടെ കൊണ്ടുപോയി. അത്ഭുതകരമായ വിടുതലുകള്, പിശാചിനെ ബഹിഷ്കരിക്കുന്നത്, രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നത്, എന്തിന് മരിച്ചവരെ ഉയർപ്പിക്കുന്നത് പോലത്തെ അത്ഭുതകരമായ അടയാളങ്ങൾ ഈ ശിഷ്യന്മാരെ കണ്ടതാണ്. എന്നിട്ടും പരസ്യജീവിതത്തിന് സമാപനമായപ്പോഴേക്കും യേശുവിന് ശിഷ്യന്മാരോട് പറയാനുണ്ടായിരുന്നത്, നിങ്ങൾ പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം എന്നുള്ളതായിരുന്നു. ഹല്ലേലൂയ. പരസ്യ ജീവിതകാലത്ത് യേശുവിന്റെ കൂടെ നടന്നിട്ട് പലപ്പോഴും വേണ്ട വിധം പ്രാർത്ഥിക്കുന്നതിൽ പരാജയപ്പെട്ടു പോയവരാണ് ശിഷ്യന്മാര്. പ്രത്യേകിച്ച് ഗെത്സമനെ തോട്ടത്തിൽ വെച്ച് യേശു രക്തം വിയർക്കുന്ന സമയത്ത് പോലും ഉറങ്ങി വിശ്രമിച്ചവരാണ് ശിഷ്യന്മാരിൽ വെച്ച് ഏറ്റവും പ്രധാനികളായ വ്യക്തികൾ. ഹല്ലേലൂയ. സ്വന്തം കൂടപ്പുറപ്പായ, സ്വന്തം കൂടെ നേതാവായിട്ടുള്ള യേശു ആരുടെ പിന്നാലെയാണ് ഇറങ്ങി തിരിച്ചത്? ആ യേശു രക്തം വിയർക്കുന്ന സമയത്ത് ഒന്ന് സഹതപിക്കാൻ, കൂടെ ഒന്ന് ഉണർന്നിരിക്കാൻ പറ്റാതെ ഉറങ്ങിപ്പോയ ശിഷ്യന്മാരെ, അത്രയും ബലഹീനരായിരുന്ന ശിഷ്യന്മാരാണ് യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നത്. ഹല്ലേലൂയ. എന്നാൽ ഉയർത്തെഴുന്നേറ്റ യേശു നടപടി പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 4-5 വാക്യങ്ങളായപ്പോൾ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. നടപടി പുസ്തകം 1-ാം അധ്യായത്തിൽ അതിൽ 4-ാമത്തെ വാക്യം ഇങ്ങനെ പഠിപ്പിക്കുന്നു, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. അവൻ അവരോടൊപ്പം ഭക്ഷണത്തിരിക്കുമ്പോൾ കൽപ്പിച്ചു. ഇത് വെറും ഒരു ആഹ്വാനമല്ല, കൽപ്പനയായിരുന്നു. നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. പിതാവിൽ നിന്ന് കേട്ട വാഗ്ദാനം കാത്തിരിക്കുവേൻ. ഗെത്സമനെ വെച്ച് യേശു പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ പറ്റാതെ എന്ന ശിഷ്യന്മാര് ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ ആഹ്വാനം കേട്ട് കഴിയുമ്പോൾ അവർക്കുള്ള വ്യത്യാസം, അവർ ജെറുസലേം വിട്ടുപോയില്ല എന്നുള്ളതാണ്. പിന്നീട് ഈ അപ്പോസ്തലന്മാർ ഉറങ്ങുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. നടപടി പുസ്തകത്തിൽ പിന്നീട് ഈ ശിഷ്യന്മാര് പരിശുദ്ധാത്മാവിനെ കാത്തിരുന്ന് 2-ാം അധ്യായത്തിൽ 3-ാമത്തെ വാക്യത്തിൽ അവരുടെ പ്രാർത്ഥനയുടെ പ്രതിഫലം വചനം പഠിപ്പിക്കുകയാണ്. 2-ാം അധ്യായത്തിൽ 3-ാം വാക്യം, അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. ഹല്ലേലൂയ. അവർ കണ്ടു. പഴയ നിയമത്തിൽ ഏലിയാടെ പിന്നാലെ നടക്കുന്ന എലീശ പ്രവാചകൻ തനിക്ക് ഇരട്ടി പങ്ക് അഭിഷേകം വേണമെന്ന് പറയുമ്പോൾ ഏലിയ പറഞ്ഞ ഒരു കണ്ടീഷൻ ഉണ്ട്, ഞാൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത് നീ കണ്ടാൽ നിനക്കത് ലഭിക്കും. അതിനുവേണ്ടി ആഗ്രഹിച്ച എലീഷ ഏലിയാടെ പിന്നാലെ നടന്നു. എലീഷ അത് കണ്ടു, അവന് ഇരട്ടി പങ്ക് അഭിഷേകം കിട്ടി. ഇതാ പുതിയ നിയമത്തിൽ പെന്തക്കോസ്ത് ദിനത്തിൽ 2-ാം അധ്യായത്തിൽ, നടപടി പുസ്തകം 2-ാം അധ്യായത്തിൽ 3-ാമത്തെ വാക്യം, അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവിടെയുള്ള ഓരോരുത്തരുടെയും ശിരസിന് മേൽ ഓരോ തീനാവ്, ആഗ്രഹിച്ചിരുന്ന ഓരോരുത്തർക്കും വേണ്ടി ഒരു തീനാവ്, ഓരോ തീനാവ്, എല്ലാവരും അഭിഷേകത്താൽ പൂരിതരാകുകയാണ്. ഹല്ലേലൂയ. ആദിമ സഭയുടെ ചൈതന്യം എന്ന് പറയുന്നത് അവർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ സഭയായിരുന്നു എന്നുള്ളതാണ്. ഈശോ പറഞ്ഞു പ്രാർത്ഥിക്കാൻ അവര് പരിശുദ്ധാത്മാവിനെ കാത്തിരുന്നു. പരിശുദ്ധാത്മാവ് സഭയെ നയിച്ചു. മുന്നോട്ടുള്ള അധ്യായങ്ങൾ മുഴുവൻ ആദിമസഭയെ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്, ആദിമസഭയിൽ നേതാക്കൾക്ക് സ്വന്തമായ ചിന്തയില്ല. കർത്താവ് എന്ന് പറയുന്നു, കർത്താവിന്റെ ആത്മാവ് എന്ന് പറയുന്നു. അപ്പോൾ 4:30-31 വാക്യങ്ങൾ ആദിമസഭ പ്രാർത്ഥിക്കുന്നുണ്ട്. യേശു നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി, സകലരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ പണ്ടിരുന്ന് ഉറങ്ങിയ ശിഷ്യന്മാരെ ഇപ്പോൾ ഇതാ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ സകലരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരാകുന്ന വിധത്തിലൊരു അഭിഷേകം ആദിമസഭയിൽ ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവ് ആദിമസഭയെ നയിച്ചു. പിന്നീട് എല്ലാ കാര്യങ്ങളും ആത്മാവിനോട് ആലോചന ചോദിച്ചിട്ടാണ് ആദിമസഭ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഹല്ലേലൂയ. നമ്മൾ അടുത്ത ദിവസത്തെ ഒരു വിഷയം പരിശുദ്ധാത്മാവിനെ കുറിച്ച് തന്നെ എടുക്കുന്നുണ്ട്. പക്ഷെ ഇത്രയും പറഞ്ഞ് ആത്മാവ് നയിക്കുന്നതിനെ കുറിച്ച് അവസാനിപ്പിക്കുകയാണ്. ആദിമസഭയുടെ 2-ാമത്തെ ഒരു പ്രത്യേകത, ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയിൽ ഒന്ന്, ആദിമസഭ യേശുവിനെ ഏറ്റുപറയുന്ന സഭയായിരുന്നു. ഹല്ലേലൂയ.
മറ്റാരിലും രക്ഷയില്ല യേശുവിലല്ലാതെ എന്ന് ചങ്കുറപ്പോടെ സകല ജനതകളെ മുൻപാകെ പ്രഘോഷിക്കാൻ, സകല ഭരണാധികാരികളുടെ മുൻപാകെ പ്രഘോഷിക്കാൻ ഒരു മടിയുമില്ലാത്ത സഭയായിരുന്നു ആദിമസഭ. ഒരു വേലക്കാരി പെണ്ണിന് മുമ്പിൽ ഞാൻ ആ മനുഷ്യനെ അറിയുക പോലും ഇല്ല എന്ന് പറഞ്ഞ് ശപഥം ചെയ്ത് ആണയിട്ട് തള്ളി പറഞ്ഞ പത്രോസ് അപ്പോസ്തലൻ നടപടി പുസ്തകം 4-ാം അധ്യായത്തിൽ 19-20 വാക്യമാകുമ്പോൾ ഭരണാധികാരികളുടെ മുൻപിൽ വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങൾ കാണുകയും കേൾക്കുകയും അനുഭവിച്ചറിയുകയും ചെയ്ത യേശുവിനെ കുറിച്ച് പറയാതിരിക്കാൻ, പ്രഘോഷിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല എന്ന വിധത്തിൽ ഉന്നതമായ അഭിഷേകത്തെ നിറഞ്ഞു. യേശു മാത്രമാണ് ഏകരക്ഷകൻ, കർത്താവ് എന്ന് ഏറ്റു പറയുന്നതിൽ അവൻ ശക്തി പ്രാപിച്ചു. ഇത് പരിശുദ്ധാത്മാവ് തരുന്ന അഭിഷേകമാണ്. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവർത്തനം 1:8 അപ്പോസ്തലന്മാരെ കുറിച്ച് വചനം പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുന്നതാണ്. ആദിമസഭയിൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ സഭയ്ക്കുണ്ടായ പ്രത്യേകത എന്ന് പറയുന്നത് അവർ യേശുവിനെ ഏറ്റുപറഞ്ഞു എന്നുള്ളതാണ്. സകലരോടും യേശുവിനെ ഏറ്റുപറഞ്ഞു, സകല ജനതകളോടും അവർ ഏറ്റുപറഞ്ഞു. സ്വന്തം ജീവൻ സംരക്ഷിക്കുക അവർ പ്രധാനപ്പെട്ടതായി കണക്കാക്കിയില്ല. ആദിമസഭയുടെ അഭിഷേകത്തിന്റെ വളരെ പ്രധാനപ്പെട്ട കാര്യം യേശുവിനെ പ്രഘോഷിക്കുന്ന സഭയായിരുന്നു. ഇതിനെക്കുറിച്ച് വ്യത്യസ്ത വചനഭാഗങ്ങളിൽ നടപടി പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ 36-ാമത്തെ വാക്യത്തിൽ ആദിമസഭ വളരെ ചങ്കുറപ്പോടെ പ്രഘോഷിക്കുകയാണ്. അതിനാൽ നിങ്ങൾ കുരിശിൽ തറച്ച യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി ഉയർത്തിയെന്ന് ഇസ്രായേൽ ജനം മുഴുവനും വ്യക്തമായി അറിയട്ടെ. പത്രോസ് അപ്പോസ്തലന്റെ പ്രസംഗത്തിൽ പത്രോസ് അപ്പോസ്തലൻ മടി കൂടാതെ പ്രഘോഷിക്കുകയാണ്. യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി ഉയർത്തി. യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി ഉയർത്തി. യേശുവിനെ ഏറ്റുപറയുന്ന സഭ. ഹല്ലേലൂയ. ഹംഗറിയിലെ മിസ്റ്റിക്കായി അറിയപ്പെടുന്ന സിസ്റ്റർ നതാലിയുടെ ഡയൽ ഗ്രൂപ്പിൽ സഭ അംഗീകരിച്ച വെളിപ്പെടുത്തലാണ്. ആ സിസ്റ്റർ നതാലിയുടെ ഡയൽ ഗ്രൂപ്പിൽ ഈശോ പ്രത്യേകം പറയുന്നുണ്ട്, നീ എന്റെ നാമം ഉരുവിടുമ്പോൾ നരകം അടയ്ക്കപ്പെടും, പിശാചിന് പ്രവർത്തന സ്വാതന്ത്ര്യം ഇല്ലാതാകും, എല്ലാ മുട്ടുകളും എന്റെ മുമ്പിൽ മടങ്ങും എന്നുള്ളത് നീ വചനത്തിൽ വായിച്ചിട്ടില്ലേ? ഹല്ലേലൂയ. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ ഒരു വ്യക്തി, ഒരു സമൂഹം, ഒരു സഭാ സമൂഹം യേശുവിനെ ഏക രക്ഷകനും കർത്താവുമായി ഏറ്റുപറയുമ്പോൾ ആ ദേശത്തുള്ള സാത്താന്റെ ആധിപത്യങ്ങൾ തകരും, പിശാചിന്റെ കോട്ടകൾ തകരും. എന്തുകൊണ്ടാണ് ആദിമസഭ സാമ്രാജ്യത്വങ്ങളെ കീഴടക്കിയത്, രാഷ്ട്രങ്ങളെ തലകീഴായി മറിച്ചത്? ഒറ്റ കാരണമേ ഉള്ളൂ, അവർ യേശുവിനെ ഏറ്റുപറയുന്ന സഭയായിരുന്നു. യേശു ഏകരക്ഷകനും കർത്താവുമെന്ന് പറയുന്നതിൽ മടി കാണിച്ചില്ല. യേശു നാമം ഉയർത്തപ്പെടുമ്പോൾ അവിടെ സാത്താന്റെ ആധിപത്യങ്ങൾ തകർക്കപ്പെടും, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. ആദിമസഭ പ്രഘോഷിച്ചു, യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമായി ഉയർത്തിയെന്ന് ഇസ്രായേൽ ജനം മുഴുവനും അറിയട്ടെ. നടപടി പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 6-ാം അധ്യായമായപ്പോഴേക്കും മുടന്തന് സൗഖ്യം കൊടുക്കുമ്പോൾ പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞ കാര്യമുണ്ട്, സ്വർണമോ വെള്ളിയോ എന്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു, നസ്രാനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. ആദിമസഭയിൽ രോഗശാന്തി നടക്കുന്നത് എന്തെങ്കിലും മരുന്ന് കഴിച്ചിട്ടല്ല, മരുന്ന് വേണ്ടെന്നല്ല. ആദിമസഭയിൽ യേശുവിന്റെ നാമത്തിലാണ് രോഗികൾ സൗഖ്യം പ്രാപിച്ചിരുന്നത്. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാണ്. ഹല്ലേലൂയ. ഈശോയെ നന്ദി. വീണ്ടും നടപടി പുസ്തകം 4-ാം അധ്യായത്തിൽ 11-ഉം 12-ഉം വാക്യങ്ങളാകുമ്പോഴേക്കും അപ്പോസ്തലന്മാര് സംഘത്തിന് മുമ്പിൽ വളരെ ധീരതയോടെ പ്രഘോഷിക്കുകയാണ്. നടപടി പുസ്തകം 4-ാം അധ്യായത്തിൽ 11-ഉം 12-ഉം വാക്യങ്ങൾ, 10-ഉം 11-ഉം വാക്യങ്ങൾ. അതിൽ നിങ്ങളും ഇസ്രായേൽ ജനം മുഴുവൻ ഇത് അറിഞ്ഞുകൊള്ളുവിൻ, നിങ്ങൾ കുരിശിൽ തറച്ച് കൊല്ലുകയും മരിച്ചവരും ദൈവം ഉയർപ്പിക്കുകയും ചെയ്ത നസ്രാനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് ഈ മനുഷ്യൻ സുഖം പ്രാപിച്ചത്. ഹല്ലേലൂയ. എന്നിട്ട് 12-ാമത്തെ വാക്യം പറയുന്നു, മറ്റാരിലും രക്ഷയില്ല, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. മറ്റാരിലും രക്ഷയില്ല എന്ന് പറഞ്ഞാൽ യേശു മാത്രം രക്ഷയുള്ളൂ. അത് പറയുന്നതിൽ മടിയില്ലാത്ത സഭയായിരുന്നു ആദിമസഭ. ഹല്ലേലൂയ.
ഈ കാലഘട്ടങ്ങളിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ശക്തി ചോർന്നു പോകുന്നതിന്റെ വളരെ പ്രധാനപ്പെട്ട കാരണം ആദിമസഭ മടി കൂടാതെ പ്രഘോഷിച്ച യേശുനാമത്തെ, ഏകരക്ഷകൻ എന്ന വചനത്തെ നമ്മൾ ഒത്തിരി മായം കലർത്തി. മറ്റു മതങ്ങളിൽ പ്രകാശത്തിന്റെ കിരണങ്ങൾ ഉണ്ട് എന്ന് വത്തിക്കാൻ കൗൺസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അതിന്റെ പേരിൽ ഇന്ന് സുവിശേഷ വേല വേണ്ട എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. എന്നാൽ മറ്റു മതങ്ങളിൽ പ്രകാശത്തിന്റെ കിരണങ്ങൾ ഉണ്ടെങ്കിലും അത് യേശു ക്രിസ്തുവിനെ പ്രഘോഷിക്കാനുള്ള സഭയുടെ ദൗത്യത്തെ കുറയ്ക്കുന്നില്ല എന്ന് സഭ ഔദ്യോഗികമായി പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പ്രകാശത്തിന്റെ കിരണങ്ങൾ ഉണ്ട് എന്നതിന്റെ പേരിൽ സുവിശേഷ പ്രഘോഷണം വേണ്ട, വിജാതിയോട് യേശുവിനെ കുറിച്ച് പ്രഘോഷിക്കേണ്ട, യേശു ഏകരക്ഷകൻ എന്നൊക്കെ പ്രഘോഷിക്കേണ്ട എന്നൊക്കെ പല സ്ഥലത്തും പലരും പറഞ്ഞു തുടങ്ങിയപ്പോൾ, പ്രത്യേകിച്ച് ഏഷ്യയിൽ നിന്നുള്ള തിയോളജിയന്മാര് പറഞ്ഞു തുടങ്ങിയപ്പോൾ അതിനെക്കുറിച്ച് സഭ കൃത്യമായ വ്യാഖ്യാനങ്ങൾ നൽകി. ജോൺ ബോസക്കന്റെ കാലത്ത് വിശ്വാസ തിരുസംഘത്തിന്റെ കർദിനാളായിരുന്ന റാറ്റ്സിംഗർ പിതാവിന്റെ നേതൃത്വത്തിൽ സഭ ഇറക്കിയ ഒരു ഡോക്യുമെന്റ് ഉണ്ട്, കർത്താവ് യേശു എന്ന പേരിൽ. അതിൽ യേശു ഏകരക്ഷകനെ കർത്താവും എന്നത് പ്രഘോഷിക്കണം എന്നതിനെ കുറിച്ച് അടിവരയിട്ട് സഭ പഠിപ്പിക്കുകയാണ്. നിർഭാഗ്യവശാൽ ഇന്ന് അനേകര് ഇത് പഠിപ്പിക്കുന്നില്ലെന്ന് മാത്രമല്ല, ഇതിന് വിപരീതമായ കാര്യങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിനെക്കുറിച്ച് ഈ ഡോക്യുമെന്റ്, കർത്താവായ യേശു ഡോക്യുമെന്റിന്റെ അവസാനത്തേക്ക് എത്തുമ്പോൾ 22ാമത്തെ പാരഗ്രാഫിൽ സഭ ഔദ്യോഗികമായി പഠിപ്പിക്കുകയാണ്, സത്യത്തെ എല്ലാ ജനതകളോടും പ്രഘോഷിക്കുക എന്നത് ഒന്നാമത്തെ കടമയായി കരുതണം. സത്യത്തെ എല്ലാ ജനതകളോടും പ്രഘോഷിക്കുക എന്നത് ഒന്നാമത്തെ കടമയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തോടുള്ള സമ്പൂർണമായ സംസർഗത്തിൽ പങ്കുചേരാൻ യേശുക്രിസ്തുവിലേക്ക് മനസ്സ് തിരിയുകയെന്ന ആവശ്യകതയെയും മാമോദീസായും മറ്റ് കൂദാശകളും വഴി സഭയോട് ഒട്ടുചേരുകയെന്ന ആവശ്യത്തെക്കുറിച്ചും പ്രഘോഷിക്കുക തന്നെ വേണം. അങ്ങനെ രക്ഷയെയും കർത്താവായ യേശുക്രിസ്തുവിലേക്കുള്ള മാനസാന്തരത്തെയും കുറിച്ച് പ്രഘോഷിക്കുകയെന്ന കടമയെയും അതിന്റെ അടിയന്തര സ്വഭാവത്തെയും ദൈവത്തിന്റെ സാർവത്രിക രക്ഷാകര നിശ്ചയത്തെക്കുറിച്ചുള്ള സുനിശ്ചിതത്വം കുറയ്ക്കുകയല്ല, വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് കൊരിന്ത്യർ ലേഖനത്തിൽ 1-ാമത്തെ ലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ 5ഉം 6ഉം വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ കോട്ട് ചെയ്യുന്ന പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ കാര്യം ഈ ഡോക്യുമെന്റിൽ 13-ാമത്തെ പാരഗ്രാഫിൽ സഭ ഔദ്യോഗികമായിട്ട് ഏറ്റുപറയുകയാണ്. ദൈവങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നവർ ആകാശത്തിലും ഭൂമിയിലും ഉണ്ടെന്നിരിക്കട്ടെ. അങ്ങനെ പല ദേവന്മാരും നാഥന്മാരും ഉണ്ടല്ലോ, എങ്കിലും നമുക്ക് ഒരു ദൈവമേ ഉള്ളൂ. ആരാണോ എല്ലാം സൃഷ്ടിച്ചത്, ആർക്ക് വേണ്ടിയാണോ നാം ജീവിക്കുന്നത്, ആ പിതാവ്. ഒരു കർത്താവേ നമുക്കുള്ളൂ. ആരിലൂടെയാണോ എല്ലാം ഉളവായത്, ആരിലൂടെയാണോ നാം നിലനിൽക്കുന്നത്, ആ യേശു ക്രിസ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ ആകാശത്തിന് കീഴെ മറ്റൊരു നാമം നമുക്ക് വേണ്ടി നൽകപ്പെട്ടിട്ടില്ല. അത് യേശു ക്രിസ്തുവിന്റെ നാമമാണ്. യേശുവാണ് ഏകരക്ഷകൻ എന്ന് പ്രഘോഷിച്ചിരുന്നു ആദിമസഭ. ചിതറിക്കപ്പെട്ടപ്പോഴും പീഡിപ്പിക്കപ്പെട്ടപ്പോഴും 10,000-ങ്ങളും ലക്ഷങ്ങളും രക്തസാക്ഷികളായി തീർന്നപ്പോഴും അവർക്ക് അവരെ ഏൽപ്പിച്ച കടമയെ കുറിച്ച് ബോധ്യമുണ്ടായിരുന്നു. യേശു ഏകരക്ഷകനും കർത്താവും എന്നതിൽ അവർ കോംപ്രമൈസ് ചെയ്തില്ല. ഹല്ലേലൂയ, ഈശോയെ നന്ദി. ഇതിനെക്കുറിച്ച് ഇന്ന് സഭാ സമൂഹങ്ങളുടെ ശക്തി ദുർബലപ്പെട്ടു പോകുന്നതിന്റെ, സുവിശേഷ വേലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളുടെ ശക്തി ദുർബലപ്പെട്ടു പോകുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം യേശുവിന്റെ നാമത്തെ ഉയർത്തുന്നില്ല എന്നുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 32-33 വാക്യങ്ങൾ, മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവന് എന്റെ സ്വർഗസ്ഥനായ പിതാവിനോട് ഞാനും ഏറ്റുപറയും. ഇതിനെക്കുറിച്ച് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ CCCയിൽ 852-ാമത്തെ പാരഗ്രാഫിൽ സഭ ഔദ്യോഗികമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. സഭ ക്രിസ്തുവിന്റെ ആത്മാവിനാൽ നിർബന്ധിതയായി അവിടുന്ന് സഞ്ചരിച്ച പാതയിലൂടെ തന്നെ ചരിക്കണം. ദാരിദ്ര്യത്തിന്റെയും മരണം വരെയുള്ള ആത്മസമർപ്പണത്തിന്റെയും മാർഗമാണത്. ഈ മരണത്തിൽ നിന്നാണ് ക്രിസ്തു തന്റെ ഉദ്ധാനം വഴി ജേതാവായി പുറത്തു വന്നത്. അതുകൊണ്ടാണ് ക്രിസ്ത്യാനികളുടെ രക്തം വിത്താണ് എന്ന് പറയുന്നത്. ലോകത്തിൽ എവിടെയൊക്കെ വിശ്വാസത്തിന് വേണ്ടി ആളുകൾ രക്തം ചിന്തിയിട്ടുണ്ടോ അവിടെയെല്ലാം സഭ വളർന്നിട്ടുണ്ട്, വിശ്വാസ സമൂഹങ്ങൾ വളർന്നിട്ടുണ്ട്. ഹല്ലേലൂയ,
വിശ്വാസത്തിന് വേണ്ടി ജീവൻ കൊടുക്കുന്ന, യേശുവിനെ ഏറ്റുപറയുക എന്നുള്ളത് ജീവൻ കൊടുത്താണെങ്കിൽ പോലും അത് യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച ഓരോ വ്യക്തിയുടെയും ദൗത്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ ഡിക്രി ഓൺ ദ ചർച്ചസ് മിഷണറി ആക്ടിവിറ്റി എന്ന ഡോക്യുമെന്റിൽ അതിൽ 6ാമത്തെ പാരഗ്രാഫിൽ സഭ ഔദ്യോഗികമായി യേശുവിനെ ഏറ്റുപറഞ്ഞതിനെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. പ്രേക്ഷിത പ്രവർത്തിയുടെ പ്രത്യേക ലക്ഷ്യം സഭ ഇനിയും വേരി പിടിച്ചിട്ടില്ലാത്ത ജനതകളുടെയും സമൂഹങ്ങളുടെ ഇടയിൽ സുവിശേഷം പ്രസംഗിക്കുകയും സഭ സ്ഥാപിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. സഭ സ്ഥാപിക്കണം, വിശ്വാസം പ്രസംഗിക്കണം, യേശുവിനെ ഏകരക്ഷകനും കർത്താവുമെന്ന് പ്രഘോഷിക്കണം. അതില്ലാത്ത ശുശ്രൂഷകൾ ചാരിറ്റി വർക്കായിരിക്കും, പക്ഷെ സുവിശേഷ വേലയല്ല. സഭ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. യേശു കൃത്യമായിട്ട് വചനത്തെ പഠിപ്പിച്ചു. യേശു സഭ ഡോക്യുമെന്റിൽ ഇതിൽ 10ാമത്തെ പാരഗ്രാഫിൽ വളരെ വ്യക്തമായി സഭ പഠിപ്പിക്കുകയാണ്. സഭയ്ക്ക് യേശുക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ സമ്മാനം ഇതാണ്, യേശു ക്രിസ്തുവിനെ പങ്കുവെക്കുക. യേശു സഭ ഡോക്യുമെന്റ് യേശു സഭയ്ക്ക് വേണ്ടി ഇറക്കിയ ഡോക്യുമെന്റ് ആണ്. അതുകൊണ്ട് യേശുവിന്റെ വിശ്വാസത്തോട് പറഞ്ഞാണ് സഭയ്ക്ക് ലോകത്തിൽ എവിടെ ചെന്നാലും കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കൃപ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെ കൊടുക്കുക എന്നുള്ളതാണ്. പിതാവായ ദൈവത്തിന് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നൽകാൻ പറ്റിയ ഏറ്റവും വലിയ കൃപ തന്റെ പുത്രനായ യേശുവിനെ തരിക എന്നുള്ളതായിരുന്നു. പിതാവ് അത് നൽകി. അതേ ദൗത്യമാണ് പുത്രൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. നമുക്ക് വരവേൽപ്പിച്ച ദൗത്യം പങ്കുവെച്ചു കൊടുക്കുക എന്നുള്ളത്. എന്നിട്ട് യേശു സഭ ഡോക്യുമെന്റിൽ 20ാമത്തെ പാരഗ്രാഫിൽ മാർപ്പാപ്പ പഠിപ്പിക്കുകയാണ്. യേശുവിലെ ജനങ്ങൾക്ക് സഭയ്ക്ക് നൽകാൻ സാധിക്കുന്ന ഏറ്റവും പരമമായ സേവനം യേശുക്രിസ്തു സാക്ഷ്യം വഹിക്കുക എന്നുള്ളതാണ്. യേശുവിനെ ഏറ്റുപറയുക എന്നുള്ളതാണ്. അതാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സർവീസ്. അതിൽ കവിഞ്ഞ ഒരു ചാരിറ്റി വർക്ക് ഇല്ല, അതിൽ കവിഞ്ഞ ഒരു സ്നേഹപ്രവൃത്തി ഇല്ല. കാരണം നിത്യതയ്ക്ക് വേണ്ടി, എന്റെ രക്ഷയ്ക്ക് വേണ്ടി കുരിശിൽ മരിച്ച് എന്നെ വീണ്ടെടുത്ത, എന്റെ നിത്യജീവന് വേണ്ടി ഭൂമിയിൽ വന്ന എന്റെ യേശു ക്രിസ്തുവിനെ കൊടുക്കുക എന്നതിനപ്പുറം, ക്രിസ്തുവിനെ അറിയുക എന്നതിനപ്പുറം വേറെ ഒരു ചാരിറ്റി വർക്ക് ഇല്ല. വേറെ അതിനേക്കാൾ മെച്ചമായ ഒന്ന് കിട്ടാനില്ല. അതുകൊണ്ട് സംഭവിപ്പിക്കുന്നത് യേശു ക്രിസ്തുവിനെ കൊടുക്കുക എന്നതിനേക്കാൾ വലിയൊരു സേവനമില്ല എന്ന് യേശു സഭ ഡോക്യുമെന്റ് 19ാമത്തെ പാരഗ്രാഫിൽ മാർപ്പാപ്പ ഔദ്യോഗികമായി പഠിപ്പിക്കുകയാണ്. യേശു കർത്താവാണെന്നുള്ള വ്യക്തമായ പ്രഘോഷണം കൂടാതെ യഥാർത്ഥമായ സുവിശേഷവൽക്കരണം സാധ്യമല്ല. വേറെ എന്തൊക്കെ ചെയ്താലും, വേറെ എന്തൊക്കെ നമ്മൾ കാട്ടിക്കൂട്ടിയാലോ, സഭ ഔദ്യോഗികമായി പഠിപ്പിക്കുകയാണ് യേശു കർത്താവാണെന്നുള്ള വ്യക്തമായ പ്രഘോഷണം കൂടാതെ സുവിശേഷവൽക്കരണം ഇല്ല. ആദിമസഭ എന്തുകൊണ്ട് വളർന്നു? ആദിമസഭ എന്തുകൊണ്ട് ശക്തി പ്രാപിച്ചു? ആദിമസഭയ്ക്ക് ഈ ഒരു ചങ്കുറപ്പുണ്ടായിരുന്നു. ഞങ്ങൾ എന്തിനു വേണ്ടിയാണ് ഐക്യപ്പെട്ടത്? ഞങ്ങളുടെ പ്രധാനപ്പെട്ട ദൗത്യം എന്ത്? സ്വർണമോ വെള്ളിയോ ഞങ്ങളുടെ കൈവശമില്ല എന്ന് വെച്ചാൽ കുറച്ച് സമ്പത്ത് കൊടുത്ത് സഹായിക്കുക എന്നുള്ളതല്ല ഞങ്ങളുടെ കാര്യം. ഞങ്ങൾക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ സ്വർണം, ഞങ്ങൾക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ വെള്ളി എന്ന് പറയുന്നത് യേശുവാണ്, യേശുവിന്റെ നാമത്തിലുള്ള കൃപയാണ് എന്നതിനെ കുറിച്ച് ആദിമസഭയ്ക്ക് വ്യക്തതയുണ്ടായിരുന്നു, കൃത്യതയുണ്ടായിരുന്നു. അവരതിനു വേണ്ടി ജീവൻ കൊടുക്കുന്നതിൽ മടി കാണിച്ചില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഏത് ദേശത്താണെങ്കിലും, ഈ വചനം കേൾക്കുന്നവർ ഏത് ഭൂഗോളത്തിലാണെങ്കിലും, സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും, യേശുവിനെ ഏകരക്ഷകനെ കർത്താവുമായി ഏറ്റുപറയുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ കർത്താവിന്റെ അഭിഷേകം ഉണ്ടാകും. യേശുവിനെ ഏകരക്ഷകൻ കർത്താവുമായി ഏറ്റുപറയുന്ന സമൂഹത്തിൽ കർത്താവിന്റെ അഭിഷേകം ഉണ്ടാകും. ഒരു ദേശത്തെ അവിടെ ഏത് ഭരണകർത്താക്കളായിക്കോട്ടെ, ഏത് മതവിശ്വാസമായിക്കോട്ടെ, യേശുവിനെ ഏകരക്ഷകനും കർത്താവുമായി ഏറ്റുപറയാൻ ആരെങ്കിലും ധൈര്യം കാണിച്ചാൽ അവിടെ കർത്താവിന്റെ മഹത്വം വെളിപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സിസ്റ്റർ നതാലിയ എന്ന മിസ്റ്റേക്കിന്റെ ഡയറി ഗ്രൂപ്പിൽ ഈശോ സിസ്റ്ററോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്റെ മകളെ, ഭൂമിയിൽ നിങ്ങൾ എന്റെ നാമം ഒന്ന് ഉരുവിടുമ്പോൾ, യേശുവേ എന്നൊന്ന് ആരെങ്കിലും ഉച്ചരിക്കുമ്പോൾ, സ്വർഗത്തിൽ മാലാഖമാരും വിശുദ്ധരും എന്റെ മുൻപിൽ മുട്ടുകുത്തി എന്നെ ആരാധിക്കും. ഈ ഭൂമിയിൽ യേശുവിന്റെ നാമം ഒരു പ്രാവശ്യം ആവർത്തിക്കുമ്പോൾ, ഒരു പ്രാവശ്യം ഏറ്റുപറയുമ്പോൾ സ്വർഗത്തിന് വലിയ ആരാധന നടക്കുകയാണെന്ന് നമുക്ക് വേണ്ടി നമ്മളെ അനുസ്മരിക്കാൻ. എങ്കിൽ സകല ജനതകളോടും യേശുവിനെ രക്ഷകൻ കർത്താവുമായി ഏറ്റുപറഞ്ഞ് സകലരും യേശുവിനെ ആരാധിക്കുന്ന, സകലരും യേശുവിനെ സ്നേഹിക്കുന്ന, സകലരും യേശുവിനെ വിശ്വസിച്ച് യേശുവിന്റെ പിന്നാലെ പോകുന്ന ഒരു കാലഘട്ടം വന്നാൽ ഏക ഇടയനും ഏക തൊഴുത്തുമെന്ന കർത്താവിന്റെ സ്വപ്നം അതല്ലേ?
അതല്ലേ കർത്താവിന്റെ ആഗ്രഹം. അതിനുവേണ്ടിയല്ലേ ഈ ചെറിയ ഇരവുമ്പോൾ നശിച്ചു പോകുവാൻ എന്റെ സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ഈ ലോകത്തെ അത്രയധികം സ്നേഹിച്ചത്. ഹല്ലേലൂയ. ആദിമസഭ യേശുവിനെ ഏകരക്ഷകനെ കർത്താവുമെന്ന് ഏറ്റു പറയുന്നതിൽ മടി കാണിക്കാത്ത സഭയായിരുന്നു. ഇന്ന് വ്യത്യസ്ത ദിക്കുകളിൽ നിന്ന് പലരും ഇതിന് എതിരെ ചിന്തിക്കുന്നുണ്ട്. ഇന്ന് സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്തതുകൊണ്ട് യേശുവിനെ പ്രഘോഷിക്കേണ്ട, യേശു ഏകരക്ഷകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സഹോദര സ്നേഹത്തിന് തടസ്സമായി തീരും എന്നൊക്കെ പറയുന്ന വ്യാഖ്യാനങ്ങൾ അത് സുവിശേഷത്തിന്റെ വ്യാഖ്യാനമല്ല, ക്രിസ്തുവിന്റെ സഭയുടെ വ്യാഖ്യാനമല്ല. ഏഷ്യ സഭ എന്ന ഡോക്യുമെന്റിൽ 10ാമത്തെ പാരഗ്രാഫിൽ ഇതിനെക്കുറിച്ച് സഭ ഔദ്യോഗികമായി പഠിപ്പിക്കുകയാണ്. എല്ലാ മനുഷ്യകുലത്തോടും പങ്കുവെക്കുവാൻ ദൈവത്തിന്റെ ദയയിൽ നിന്ന് സ്വീകരിച്ച ഈ അനുഗ്രഹത്തെയും സമ്പന്നതയെയും സഭയും ഓരോ ക്രൈസ്തവനും ഒളിച്ചു വെക്കുകയോ കുത്തകയായി സൂക്ഷിക്കുകയോ ചെയ്യാതിരിക്കട്ടെ. യേശുവിന്റെ നാമത്തിലുള്ള വിടുതൽ സ്വീകരിച്ചവർ, യേശുവിന്റെ സ്നേഹം അനുഭവിച്ചവര് അത് ഒളിച്ചു വെക്കരുത്, താലന്ത് കുഴിച്ചു മൂടിയിടരുത്, കുത്തകയായി സൂക്ഷിക്കരുത്. ഇത് പങ്കുവെക്കാനുള്ളതാണ്. ഹല്ലേലൂയ. ഈശോയെ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ പിടിച്ചു കുലുക്കുന്ന ഒരു ഉപമയാണ് താലന്തുകളുടെ ഉപമ. താലന്തുകളുടെ ഉപമയിൽ ഒരു താലന്ത് കുഴിച്ചിട്ടവൻ അവൻ കൊലപാതകം ചെയ്തിട്ടില്ല, അവൻ ഗുണ്ടായുസം ചെയ്തിട്ടില്ല, അന്യ ദൈവങ്ങളെ പിന്നാലെ പോയിട്ടില്ല, അന്യന്റെ വസ്തു അന്യന്റെ ഭാര്യയെ മോഹിക്കാൻ വേണ്ടി പോയിട്ടില്ല. അവൻ ചെയ്ത ഏക കാര്യം അവന് ലഭിച്ച താലന്ത് അവൻ കുഴിച്ചിട്ടു എന്നുള്ളതാണ്. നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടില്ല, അവൻ സൂക്ഷിച്ചു വെച്ചു. അവസാനം യജമാനൻ അത് തിരികെ കൊടുക്കുകയും ചെയ്തു. ഹല്ലേലൂയ. അവനെ കുറിച്ച് വചനം പഠിപ്പിക്കുന്നു, അവനിൽ നിന്ന് ആ താലന്ത് എടുക്കപ്പെട്ടു, എന്നിട്ട് അവനെ പുറത്ത് അന്ധകാരത്തിലേക്ക് എറിയപ്പെട്ടു. താലന്ത് കുഴിച്ചു മൂടിയിടുന്നവൻ ആര് തന്നെയാണെങ്കിലും എന്ത് താലന്താണെങ്കിലും അത് അവനിൽ നിന്ന് എടുക്കപ്പെടും, അവനെ അന്ധകാരത്തിലേക്ക് എറിയപ്പെടും. ഹല്ലേലൂയ. ധനവാന്റെ ലാസറിന്റെ ഉപമ നമ്മൾ വായിക്കുന്നുണ്ട്. തന്റെ വീടിന്റെ പടിക്കൽ കിടക്കുന്ന ലാസറിന് കൊടുക്കേണ്ട ഭൗതികമായ ചില കാര്യങ്ങൾ വേണ്ട വിധത്തിൽ ചെയ്തു കൊടുക്കാത്തതിന്റെ പേരിൽ ധനവാൻ നരകത്തിൽ കിടക്കേണ്ട സ്ഥിതി വന്നിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, 50 or 100 വർഷം കഴിഞ്ഞാൽ മരിച്ചു പോകുന്ന ജീർണിച്ചു പോകുന്ന ലാസറിന്റെ ശരീരത്തിന് കൊടുക്കേണ്ട ശ്രദ്ധ വേണ്ട വിധത്തിൽ കൊടുക്കാത്തതിന്റെ പേരിൽ ധനവാൻ നരകത്തിൽ തീയിൽ വേദനിക്കാൻ ഇടയായിട്ടുണ്ടെങ്കിൽ, നിത്യതയ്ക്ക് വേണ്ടി യേശു ഭൂമിയിലേക്ക് വന്നു എന്നുള്ളത്, എന്റെ പാപം ഏറ്റെടുത്ത് എനിക്ക് പരിഹാര ബലിയായി യേശു കുരിശിൽ മരിച്ച് എനിക്ക് നിത്യജീവൻ നേടിത്തന്ന സുവിശേഷം, ഈ താലന്ത് കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിട്ട് നമ്മളത് പറഞ്ഞു കൊടുക്കാതെ ഒളിപ്പിച്ചു വെച്ചാൽ, കുത്തകയാക്കി വെച്ചാൽ, യേശുവിനെ അറിയാതെ നശിച്ചു പോകുന്ന സകലരുടെ ഈ കണക്ക് നമ്മുടെ മേൽ ആരോപിക്കപ്പെടും. ഇന്നത്തെ വിശ്വാസ സമൂഹത്തിന്റെ ദുരന്തം, സഭാ സമൂഹങ്ങളുടെ ദുരന്തം, വ്യത്യസ്ത മിനിസ്ട്രികളുടെ ദുരന്തം എന്ന് പറയുന്നത് യേശു ഏകരക്ഷകനും കർത്താവുമെന്ന് ചങ്കുറപ്പോടെ പറയാത്തതാണ്. സഭ പഠിപ്പിക്കുന്നു, സഭയും ഓരോ ക്രൈസ്തവനും ഒളിച്ചു വെക്കുകയോ കുത്തകയായി സൂക്ഷിക്കുകയോ ചെയ്യാതിരിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സഭയുടെ പ്രബോധനം എന്ന് പറയുന്നത് അവിടെയോ ഇവിടെയോ ഏതെങ്കിലും വ്യക്തികൾ പറയുന്ന പ്രബോധനമല്ല. സഭയുടെ പ്രബോധനം എന്ന് പറയുന്നത് സഭയുടെ ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ് ആണ്. സഭയുടെ ഒഫീഷ്യൽ ഡോക്യുമെന്റ്സിലാണ് ഇത് പറയുന്നത്. കുത്തകയാക്കി വെക്കുകയോ സൂക്ഷിക്കുകയോ ചെയ്യാതിരിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നിട്ട് രക്ഷകന്റെ മിഷൻ ഡോക്യുമെന്റിൽ 47ാമത്തെ പാരഗ്രാഫിൽ ഇതേ കാര്യങ്ങള് സഭ തുടരുകയാണ്. അവിടുന്ന് അപ്പസ്തോലന്മാരെ അയച്ചത് എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്താനും അവർക്കൊക്കെ മാമോദീസ നൽകാനുമാണ്. അവിടുന്ന് അപ്പസ്തോലന്മാരെ അയച്ചത് എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്താനും അവർക്കൊക്കെ മാമോദീസ നൽകാനുമാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൗത്യം, യേശുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയുടെയും ദൗത്യം, കർത്താവിന് വേണ്ടി വേല ചെയ്യുന്ന ഓരോ വ്യക്തിയുടെയും ദൗത്യം യേശുവിനെ പങ്കുവെച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇന്നും യേശുവിനെ അറിയാതെ, ഇന്ന് യേശുവിന്റെ സ്നേഹം അറിയാതെ അന്ധകാരത്തിൽ കഴിയുന്ന ജനം നമ്മളെ യേശുവിനെ അറിഞ്ഞിട്ട് അത് മൂടി വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. രക്ഷകന്റെ മിഷൻ ഡോക്യുമെന്റിൽ 34ാമത്തെ പാരഗ്രാഫിൽ സഭ ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. അക്രൈസ്തവരെ സുവിശേഷം അറിയിക്കുന്ന മിഷൻ സഭയ്ക്കില്ലെങ്കിൽ സഭയുടെ മിഷണറി സ്വരൂപത്തിന്റെ മുഖ്യമായ അർത്ഥവും അതിന്റെ പ്രത്യേക ലക്ഷണമാകുന്ന കർമ്മവീര്യവും നഷ്ടമായി പോകും.
ഇന്ന് എവിടെയെങ്കിലുമൊക്കെ ജീർണതകൾ ആധിപത്യം പുറത്തിട്ടുണ്ടെങ്കിൽ, ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും ഒത്തിരി ധ്യാനം കൂടിയിട്ട് കൃപ കിട്ടുന്നില്ല, ഉണർവില്ല, വിശ്വാസികൾ വിശ്വാസം ഉപേക്ഷിച്ച് പോകുന്നു, മറ്റു മതസ്ഥരുടെ പിന്നാലെ വിവാഹമായിട്ട് പോകുന്നു, ഉള്ളവർക്ക് തന്നെ ജീർണത എങ്കിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം യേശുവിനെ ഏകരക്ഷകമായി സ്വന്തം ജീവിതത്തെ ഏറ്റു പറയുന്നില്ല, മറ്റുള്ളവരോട് പ്രഘോഷിക്കുന്നില്ല എന്നുള്ളതും കൂടെയാണ് എന്ന് സഭ ഔദ്യോഗികമായി പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഈശോയെ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. അതുകൊണ്ട് യേശുവിനെ ഏകരക്ഷകനും കർത്താവുമായി ഏറ്റുപറഞ്ഞ സഭയാണ് വളർന്നുകൊണ്ടിരുന്നത്, ആ സഭയാണ് ശക്തി പ്രാപിച്ചുകൊണ്ടിരുന്നത്. വീണ്ടും ഇതിനെക്കുറിച്ച് ഇങ്ങനെ യേശുവിനെ ഏകരക്ഷകനും കർത്താവുമായി ഏറ്റുപറഞ്ഞാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം എന്താണ്? ഇമ്മീഡിയറ്റ് പ്രത്യാഘാതം മതപീഡനം ഉണ്ടാകും. ഈശോ പറഞ്ഞു, എന്നെ പീഡിപ്പിച്ചവർ നിങ്ങളെയും പീഡിപ്പിക്കും, എന്നെ പീഡിപ്പിച്ച നിങ്ങളെയും പീഡിപ്പിക്കും. ഇതിനെക്കുറിച്ച് സഭ തന്നെ ഔദ്യോഗികമായി പഠിപ്പിക്കുകയാണ്. രക്ഷകന്റെ മിഷൻ ഡോക്യുമെന്റിൽ 45-ാമത്തെ പാരഗ്രാഫിൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിന് സാക്ഷിയാകാൻ വേണ്ടി മരണം തന്നെ വരിക്കേണ്ടി വന്നേക്കാം. അതാണ് ഒരുവന്റെ ജീവിതത്തിലെ ഏറ്റവും പരമമായ പരീക്ഷണ നിമിഷം. ക്രൈസ്തവ ചരിത്രത്തിലുടനീളം എണ്ണമില്ലാത്ത രക്തസാക്ഷികളുടെ നീണ്ട നിര കാണുന്നു. വിശ്വാസ സാക്ഷികളായി അവർ തങ്ങളുടെ ജീവിതം ബലി നൽകുന്നു. വിശ്വാസത്തിന്റെ ഏറ്റവും മികച്ച സാക്ഷികളും സ്തംഭങ്ങളുമാണ് അവർ. ഹല്ലേലൂയ. ആദിമ സഭയിൽ വിശ്വാസം ഉണ്ടായിരുന്നു. അവർ യേശുവിനെ ഏകരക്ഷക കർത്താവായി പ്രഘോഷിച്ചു. രക്തസാക്ഷികളെ ചുടുനിണം ഒഴുകി, രക്തസാക്ഷികളുടെ എണ്ണം പെരുകിക്കൊണ്ടിരുന്നു. വചനം സഭ പഠിപ്പിക്കുകയാണ്, വിശ്വാസത്തിന്റെ ഏറ്റവും മികച്ച സാക്ഷികളും സ്തംഭങ്ങളുമാണ് രക്തസാക്ഷിത്വം എന്ന്. എങ്കിൽ അതൊന്ന് തിരിച്ചു പറഞ്ഞാൽ, രക്തസാക്ഷിത്വമില്ലാത്ത സഭ എന്ന് പറയുന്നത് ജീർണത പ്രാപിച്ച സഭാ സമൂഹമാണ്. തിരിച്ചറിയണം. രക്തസാക്ഷിത്വമില്ലാത്ത ശുശ്രൂഷ എന്ന് പറയുന്നത് ജീർണത പ്രാപിച്ച ശുശ്രൂഷ തിരിച്ചറിയണം. വിശ്വാസത്തിന്റെ ഏറ്റവും മികച്ച സാക്ഷികളും സ്തംഭങ്ങളുമാണ് രക്തസാക്ഷികൾ. ഏഷ്യ സഭ ഡോക്യുമെന്റ് 49-ാമത്തെ പാരഗ്രാഫിൽ 2000 ജൂബിലി വർഷത്തിൽ വിശുദ്ധനായ ജോൺ പോൾ സെക്കൻഡിലൂടെ കർത്താവ് പഠിപ്പിച്ചു, പരിശീലനത്തിന് വേണ്ടിയുള്ള കാര്യപരിപാടികൾ എന്തൊക്കെയാണെങ്കിലും അവസാനം രക്തസാക്ഷിത്വമാണ് ക്രൈസ്തവ സന്ദേശത്തിന്റെ അന്തസത്ത ലോകത്തിന് വെളിപ്പെടുത്തുന്നത്. രക്തസാക്ഷി എന്ന വാക്ക് തന്നെ സാക്ഷ്യത്തെ അർത്ഥമാക്കുന്നു. രക്തസാക്ഷിത്വം വിശ്വാസത്തിന്റെ ഏറ്റവും വാചാലമായ തെളിവാണ്. ഹല്ലേലൂയ. രക്തസാക്ഷിത്വം വിശ്വാസത്തിന്റെ ഏറ്റവും വാചാലമായ തെളിവാണ്. ആദിമ നൂറ്റാണ്ടിൽ ഒന്നിനു പുറകെ ഒന്നായി വാചാലമായ തെളിവുകൾ അനേകം ഉണ്ടായിരുന്നു. 12 അപ്പോസ്തലന്മാരിൽ യോഹന്നാൻ ഒഴികെ ബാക്കി എല്ലാവരും രക്തസാക്ഷികളായി തീർന്നു. ആയിരങ്ങളും 10,000 രക്തസാക്ഷികളായി തീർന്നു. സമൂഹത്തിന് മുമ്പിൽ വാചാലമായ തെളിവുകൾ അനേകം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇത് തന്നെയല്ല യേശു ക്രിസ്തു പഠിപ്പിച്ചത്, കർത്താവ് പഠിപ്പിച്ചത്. ലൂക്കായുടെ സുവിശേഷത്തിൽ 9-ാം അധ്യായം 24-ാമത്തെ വാക്യം, സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും, എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അതിനെ രക്ഷിക്കും. ആദിമസഭ വചനം വിശ്വസിച്ചു, അവരനുസരിച്ചു. കർത്താവിന്റെ സഭ വളർന്നുകൊണ്ടേയിരുന്നു. പ്രത്യേകിച്ച് ആദിമസഭയുടെ അടുത്തൊരു പ്രത്യേകതയാണ്, അവർ ജീവൻ കൊടുത്ത് രക്തസാക്ഷിത്വം വഹിച്ചവരാണ്. നടപടി പുസ്തകം 7-ാം അധ്യായം 60-ാമത്തെ വാക്യത്തിൽ എസ്തഫാനോസ് രക്തസാക്ഷിയായി തീർന്നു. നടപടി പുസ്തകം 12-ാം അധ്യായം 1-2 വാക്യങ്ങള് യാക്കോബിന്റെ തല വെട്ടിക്കളഞ്ഞു. 21-ാം അധ്യായം ആകുമ്പോഴേക്കും അപ്പോസ്തലന്മാർ പറയാണ്, ഞങ്ങൾ മരിക്കാൻ തയ്യാറാണ്, ഞങ്ങൾ മരിക്കാൻ തയ്യാറാണ്. ആ സഭയിൽ എന്താണ് സംഭവിച്ചത്? നടപടി പുസ്തകം വായിക്കുമ്പോൾ സഭയുടെ ഗ്രാഫ് എന്താണ്, വിശ്വാസി സമൂഹം എങ്ങനെയാണ് വളരുന്നതെന്ന് വളരെ വ്യക്തമായ വചനം പഠിപ്പിക്കുന്നു. നടപടി പുസ്തകം 2-ാം അധ്യായം 41-ാം അധ്യായം ആയപ്പോഴേക്കും പത്രോസിന്റെ ആദ്യത്തെ പ്രസംഗത്തിൽ 3000-ഓളം ആളുകൾ മാനസാന്തരപ്പെട്ടു. 4-ാം അധ്യായം 4-ാമത്തെ വാക്യമായപ്പോഴേക്കും 5000-ഓളം ആളുകൾ സഭയിലേക്ക് ചേർക്കപ്പെട്ടു. നടപടി പുസ്തകം 6-ാം അധ്യായം 1-ാമത്തെ വാക്യമായപ്പോൾ ശിഷ്യരുടെ സംഖ്യ വർദ്ധിച്ചുകൊണ്ടിരുന്നു. 12-ാം അധ്യായം 24-ാം വാക്യമായപ്പോൾ വചനം പഠിപ്പിക്കുന്നു, വചനം വ്യാപിച്ചു. 12:49 വചനം എഴുതി വയ്ക്കുന്നു, വചനം വ്യാപിച്ചു. നടപടി പുസ്തകം 19-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ വചനം പഠിപ്പിക്കുന്നു, വചനം പ്രചരിച്ചു. സഭ വളർന്നുകൊണ്ടേയിരുന്നു.
ജെറുസലേമിൽ ആരംഭിച്ചു. നടപടി പുസ്തകം 1:8 വാക്യം, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കൂ, ജെറുസലേമിൽ യൂദയായാലും സമരിയായാലും ഭൂമിയുടെ അതിർത്തി വരെയോ നിങ്ങൾ എനിക്ക് സാക്ഷികളായി തീരുമെന്നത് സംഭവിച്ചുകൊണ്ടേയിരുന്നു, ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് ദേശത്തിലെ വ്യത്യസ്ത ദിക്കുകളായിരുന്ന ശാലോം ചാനലിലൂടെ ഈ ശുശ്രൂഷ പകരുന്ന ദൈവമക്കളെ, ആദിമസഭ വളർന്നതുപോലെ നമ്മൾ വളരണമെങ്കിൽ, ആദിമസഭ അഭിഷേകം പ്രാപിച്ചതുപോലെ നമ്മൾ വളരണമെങ്കിൽ ആദിമസഭയിലെ ചൈതന്യങ്ങൾ, ആദ്യത്തേത് പരിശുദ്ധാത്മാവ് നിറഞ്ഞ സഭയായിരുന്നു, പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്ന സഭയായിരുന്നു. രണ്ടാമത്തത് യേശുവിനെ ഏകരക്ഷകനും കർത്താവുമെന്ന് ഏറ്റുപറഞ്ഞ സഭയാണ്, അതിൽ മടികൂടാതെ പ്രഘോഷിച്ച സഭയാണ്. മൂന്നാമത്തെ കാര്യം, യേശുവിന് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായ സഭയാണ് ആദിമസഭ. അതിന്റെ റിസൾട്ട് നമ്മൾ കണ്ടു. സഭ വളർന്നുകൊണ്ടേയിരുന്നു, സഭ വളർന്നുകൊണ്ടേയിരുന്നു. പഴയ നിയമത്തിൽ ദാവീദിനെ കുറിച്ച് പറയുന്നുണ്ട്, ദാവീദ് പോയിടത്തെല്ലാം കർത്താവ് അവന് വിജയം കൊടുത്തുകൊണ്ടേയിരുന്നു. പൂർവ്വ ജോസഫിനെ കുറിച്ച് പറഞ്ഞു, ജോസഫ് പോയിടത്തെല്ലാം ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു, അവന് അഭിവൃദ്ധി ഉണ്ടായി, അവന്റെ ഉദ്യമങ്ങളെ കർത്താവ് അനുഗ്രഹിച്ചു. ദാനിയേലിന്റെ പുസ്തകത്തിൽ വചനം പഠിപ്പിക്കുന്നു, ദാനിയേലിനെ ഏൽപ്പിച്ച കാര്യങ്ങളിൽ അവിടെ അഭിവൃദ്ധി ഉണ്ടായി. ദൈവത്തെ വിശ്വസിച്ച് ദൈവത്തിന്റെ വഴിയെ പോകുന്ന ദാസരുടെ ജീവിതത്തിൽ കർത്താവ് കൂടെ നടന്ന് പ്രവർത്തിക്കും. മർക്കോസിന്റെ സുവിശേഷം 16:20 വാക്യം, കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഹല്ലേലൂയ. പരിശുദ്ധമായ മാതാവേ, അങ്ങയുടെ വിമല ഹൃദയത്തിന്റെ സ്തുതിക്കായി എല്ലാ ശുശ്രൂഷ സമർപ്പിക്കുന്നു. കുറവുകളെല്ലാം പരിഹരിച്ച് ഈശോയുടെ നാമം ഉയർത്തപ്പെടാൻ വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. എത്രയും ദയുള്ള മാതാവേ, അങ്ങനെ മധ്യസഭേശ്വരിൽ ഒരു അനേകല ഉപേക്ഷിതായി ലോകോദയഘട്ടിലെന്നോർക്കണമേ. പിന്നീട് രാജ്ഞികയും ദയുള്ള മാതാവേ, ഈ വിശ്വാസത്തെ അങ്ങേതൊരു പാതയാണ് എന്ന് വിലപിച്ചയും ഹല്ലേലൂയ. യേശുവേ നന്ദി. പുറപ്പാടിന്റെ പുസ്തകം 20-ാം അധ്യായം 24-ാം തിരുവചനം വചനപ്രകാരം പഠിപ്പിക്കുന്നു, എന്റെ നാമം അനുസ്മരിക്കപ്പെടുവാൻ ഞാൻ ഇടവരുത്തുന്നിടത്ത് ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. തുടർന്ന് ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏത് ദേശത്താണെങ്കിലും പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷയെ പങ്കെടുക്കുമ്പോൾ ഹൃദയം കൊണ്ട് കർത്താവിന്റെ നാമത്തെ ഏറ്റുപറഞ്ഞ് അവിടുത്തെ നാമത്തെ ഉയർത്തുമ്പോൾ വചനം പഠിപ്പിക്കുന്നു, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. ഈ ഒരു ബോധ്യത്തോടു കൂടി, ഈ ഒരു വിശ്വാസത്തോടു കൂടി ഈ വചനം നമ്മുടെ ജീവിതത്തിൽ തുടർന്ന നിമിഷങ്ങളിൽ മാംസം ധരിക്കുവാൻ ആഗ്രഹിച്ച് നമുക്ക് ഈ ആരാധനയിലേക്ക് പ്രവേശിക്കാം. പരിശുദ്ധ നമ്മൾ പ്രാർത്ഥിച്ച് നമ്മളെ തന്നെ അതിനുവേണ്ടി ഒരുക്കാം. വാഴും ദൈവമേ, സ്നേഹത്തിൻ അവതാരമേ, ആത്മാവിൻ ഭോജനമേ, ആരാധനാപാത്രമേ, ആരാധനാപാത്രമേ, ഓസ്തിൽ സ്നേഹത്തിൻ അവതാരമേ, ആത്മാവിൻ ഭോജനമേ, ആരാധനാപാത്രമേ, ആരാധനാപാത്രമേ. Me
സ്നേഹമുള്ള കർത്താവ്, ഇസ്രായേലിന്റെ ദൈവമേ, ഞങ്ങളോട് സ്നേഹമുള്ള കർത്താവ്, തന്റെ ഏകജാതി നൽകാൻ തക്ക ലോകതന്ത്രമാതെ സ്നേഹിച്ച കർത്താവ്, ഞങ്ങളെ ആരാധിക്കുന്നു, ഞങ്ങളെ ആരാധിക്കുന്നു, ഞങ്ങളെ ആരാധിക്കുന്നു, ഞങ്ങളെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളെ കൂപ്പി കർത്താവിന്റെ സന്നദ്ധയിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് പരിപൂർണമായി സമർപ്പിക്കാം. മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ ദയാണ് എല്ലാത്തിന്റെ അടിസ്ഥാനം. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തെന്ന് അറിയിച്ച കർത്താവ്. മനുഷ്യന്റെ യോഗ്യത നോക്കിയല്ല അവിടുന്ന് തിരഞ്ഞെടുത്തത്. ഓരോ വ്യക്തിയെയും കർത്താവ് അത്രമാത്രം സ്നേഹിച്ചു. റോമലേഖനം 8:32 വാക്യം, സ്വപുത്രനെ പോലെ ഒഴിവാക്കാതെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവനെ പോലും ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും ദാനമായി നൽകാതിരിക്കുമോ? തൻ്റെ ഏകജാതന് നൽകാൻ തക്ക വിധം ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. പാപികളായ നമ്മെ രക്ഷിക്കാൻ പുത്രനെ അയച്ച ദൈവം പാപികളെ വീണ്ടെടുക്കാൻ വേണ്ടി സഭയെ സ്ഥാപിച്ച് സുവിശേഷം അറിയിക്കാൻ വേണ്ടി അറിയിച്ചത് കർത്താവ്. എനിക്ക് വേണ്ടി എൻ്റെ രക്തം ചിന്തി, എനിക്ക് വേണ്ടി സ്വന്തം രക്തം ചിന്തി എന്നെ വീണ്ടെടുത്ത എൻ്റെ കർത്താവ്. അവൻ്റെ ജീവന്റെ വിലയാണല്ലോ എൻ്റെ ജീവൻ, എൻ്റെ നിത്യരക്ഷ. ഈശോയുടെ രക്തത്തിൻ്റെ വിലയാൽ വീണ്ടെടുക്കപ്പെട്ടതിൻ്റെ അനുഭവത്തിലേക്ക് കർത്താവ് ഞങ്ങൾ ഓരോരുത്തരെയും നയിക്കണമേ. ഞങ്ങളുടെ യോഗ്യതയല്ല കർത്താവിൻ്റെ യോഗ്യത, ഞങ്ങളുടെ അധ്വാനമല്ല അവിടുത്തെ കരുണയും ദയവും. എന്റെ ജീവന്റെ വിലയായ ദൈവമേ, കുരിശിൽ നിൻ തിരുജീവനേകി എന്റെ പാപത്തിൻ പരിഹാരമാകുവാൻ നാഥാ നിൻ തിരുരക്തമൊഴുക്കി ഇത്രമേൽ എന്നെ സ്നേഹിച്ചിടുവാൻ ജീവൻ തന്നെന്നെ സ്വന്തമാക്കുവാൻ നാഥാ നിനക്കാരു ഞാൻ വെറും പൊടിമണ്ണു ഞാൻ നിന്റെ സ്നേഹത്തിലലിയുന്നു ഞാൻ. എന്റെ ജീവന്റെ വിലയായ ദൈവമേ, കുരിശിൽ നിൻ തിരുജീവനേകി. കർത്താവേ, ഞങ്ങളുടെ കഴിവുകളെ അഹങ്കരിക്കാതെ, ഞങ്ങളുടെ പുണ്യങ്ങളെ അഹങ്കരിക്കാതെ എല്ലാ ദാനമാണ് തിരിച്ചറിവ് ഞങ്ങൾ നൽകണ കർത്താവേ. ചെയ്തികൾ മരക്കുരിശ എന്റെ ചിന്തകൾ മുൾമുടിയ എന്റെ ചെയ്തികൾ മരക്കുരിശ എന്റെ ചിന്തകൾ മുൾമുടിയ നൊന്തു നീ എന്നോക്കിനാൽ നാഥാ വിങ്ങിനി എൻ വാക്കിനാൽ നാഥാ എനിക്കായി നിൻ നിണമൂറ്റി നീ അവസാന തുള്ളി വരെ. എന്റെ ജീവന്റെ വിലയായ ദൈവമേ, കുരിശിൽ നിൻ തിരുജീവനേകി. കർത്താവേ, ലോകം മുഴുവനുള്ള സകല ജനപദങ്ങളെയും അങ്ങനെ കരുണയിലേക്ക് സമർപ്പിക്കുന്നു. എത്ര പരിശ്രമിച്ചിട്ടും അഭിവൃദ്ധി പ്രാപിക്കാൻ പറ്റാത്തവര്, ഒത്തിരി അധ്വാനിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും വിശുദ്ധി വളരാൻ പറ്റാത്തവര്, വീണ്ടും വീണ്ടും ഇടറിപ്പോകുന്നതിന്റെ വേദനയെ കഴിയുന്നവര് അങ്ങനെ കരുണയാൽ പൊതിയണമേ കർത്താവേ. മോഹങ്ങൾ ചാട്ടവാറാ എന്റെ ദാഹങ്ങൾ കൈപ്പുനീരാ എന്റെ മോഹങ്ങൾ ചാട്ടവാറാ എന്റെ ദാഹങ്ങൾ കൈപ്പുനീരാ തെറ്റുകൾ തിരുമുറിപ്പാടുകളാ
ഇച്ഛിക്ക് നന്മയിൽ ഇച്ഛിക്ക തിന്മ ചെയ്തു പോകുന്നു. ഫിലിപ്പിയിലെ 4-13 വാക്യത്തിൽ ഓരോ ദിവസം മുതൽ ഏറ്റു പറഞ്ഞു, എന്റെ ശക്തനാകുന്ന കർത്താവിനോട് എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. എന്റെ ശക്തനാകുന്ന കർത്താവിനോട് എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. ജീവിതത്തിലെ കുറവുകൾ, പോരായ്മകൾ, മനസ്സിന്റെ ഭാരങ്ങൾ, ആത്മീയ ബോധ്യമായ തകർച്ചകൾ, പ്രത്യേകിച്ച് ആത്മീയ ജീവിതത്തിലെ നൊമ്പരങ്ങൾ കർത്താവിന്റെ കൊടുത്ത് കരങ്ങൾ കർത്താവിലേക്ക് ഉയർത്തി ജീവിതം മുഴുവൻ സമർപ്പിച്ച് ഈ ശുശ്രൂഷ പങ്കെടുക്കുന്നതിനായി ലോകം മുഴുവൻ സകലരെ സമർപ്പിച്ച് കർത്താവിനെ സ്തുതിച്ച് ആശീർവാദം സ്വീകരിക്കുക. ഹല്ലേലൂയ. എന്റെ ജീവന്റെ വിലയായ ദൈവമേ, കുരിശിൽ നിൻ തിരുജീവനേ, എന്റെ പാപത്തിൻ പരിഹാരമാകുക നാഥാ, നിൻ തിരുരക്തമൊഴുക്കി. ഒരിക്കലും പിരിയാത്ത, ഒരിക്കലും അസ്തമിക്കാത്ത കർത്താവിന്റെ കരുണയും സ്നേഹവും ജീവിതത്തിലേക്ക് നമ്മൾ സ്വീകരിക്കാം. കർത്താവിൽ ശരണപ്പെടുന്നവരുടെ ജീവിതമാകുകയില്ല. ജീവൻ നിന്നെ സ്വന്തമാക്കുക നാഥാ, നിനക്കാരുണ്യം വെറും പൊടി മണ്ണു ഞാൻ, നിന്റെ സ്നേഹത്തിലലിയുന്നു ഞാൻ. നാഥാ, നിനക്കാരുണ്യം വെറും പൊടി മണ്ണു ഞാൻ, നിന്റെ സ്നേഹത്തിലലിയുന്നു ഞാൻ. റാഫാ യഹോവ, എന്നെ സൗഖ്യമാക്കും. ശമ്മാ യഹോവ, എങ്ങും അവനുണ്ട്. യേശു ക്രിസ്തുവിനെ ഏകരക്ഷകന്റെ നാഥനുമായി സ്വീകരിക്കുവാനും അത് മറ്റുള്ളവരുമായി പങ്കുവെക്കുവാനും നേഴ്സുമാരായ നാം ഓരോരുത്തർക്കും ദിനംതോറും എത്രയേറെ അവസരങ്ങളാണ് ലഭിക്കുന്നത്. കാരണം ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും നിസ്സഹായ അവസ്ഥയിലാണ് തൻ്റെ ഹൃദയം ദൈവത്തിങ്കിലേക്ക് തിരിക്കുന്നത്. നാം ദിനംതോറും കണ്ടുമുട്ടുന്ന രോഗികളിൽ ഭൂരിഭാഗവും അത്തരത്തിലുള്ളവരാണ് താനും. ദിനംതോറും എത്രയേറെ വ്യക്തികളാ നമ്മുടെ മുമ്പിൽ വന്ന് കണ്ണുനീരോടെ ഞാൻ ഇനി എന്ത് ചെയ്യും എന്ന് ചോദിച്ചുകൊണ്ട് കരയുന്നത്. അവർക്കെല്ലാം ലോകത്തിൻ്റെതായ ആശ്വാസങ്ങൾ പകർന്നു കൊടുക്കാതെ ആകാശത്തിന് കീഴിൽ നമ്മുടെ രക്ഷയ്ക്കായി നൽകിയിട്ടുള്ള യേശുനാമം നാം പറഞ്ഞു കൊടുക്കണം. നമ്മുടെ ജീവിതത്തിലൂടെ അത് തെളിയിച്ചു കൊടുക്കുകയും വേണം. അതിനായി നാം ഓരോരുത്തരും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും ധൈര്യത്താലും നിറയണം. പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും തീക്ഷ്ണമായി ദാഹിച്ച് പ്രാർത്ഥിക്കാം. ഇനി നമുക്ക് 2 ദിവസം കൂടിയേ ധ്യാനമുള്ളൂ. അടുത്ത ദിവസങ്ങളിൽ തന്നെ കുമ്പസാരിച്ച് ഒരുങ്ങി നമ്മുടെ ദിവ്യരക്ഷകന്റെ തിരുപ്പിറവിക്കായി നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തെ ഒരുക്കാം. നാം ഓരോരുത്തരും ഈശോയുടെ മാത്രം സ്വന്തമായി മാറട്ടെ. അതിനായി ഈ ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും നാം ശുശ്രൂഷിക്കുന്ന ഓരോ രോഗികളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധനാവട്ടെ, ഒരു വിശുദ്ധയാവട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും
ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ